ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതിൻ്റെ അനുബന്ധമായി വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. നോക്കാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്. ഇൻ കേസ് ഓഫ് ബ്രീച്ച്, the aggrieved party or injured party has one or more of the following remedies. നമുക്കറിയാം, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറിൻ്റെ ലംഘനമാണ്, അല്ലേ? ഒരു കരാറിനെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ എഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻജേർഡ് പാർട്ടി ആയിട്ട് ഒരു പാർട്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കൊരാൾ 10,000 രൂപ തരാനുണ്ട്. ഈ മാസം 28-ാം തീയതി തരാനായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് അയാൾ തന്നില്ല. 28-ാം തീയതി ആ ഒരു എമൗണ്ട് അയാൾ തന്നില്ല. അപ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കാണ് പൈസ കിട്ടാനുള്ളത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ആ ഒരു കേസിൽ എഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻജേർഡ് പാർട്ടി. അഥവാ പരിക്ക് പറ്റിയ ആൾ എന്നാണ് ഇവിടെ ഇൻജേർഡ് പാർട്ടിൻ്റെ മീനിങ്. പക്ഷേ നമ്മളിവിടെ കോൺട്രാക്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം അനുഭവിച്ച ആളെയാണ് നമ്മൾ ഇൻജേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ദ അഗ്രീവ്ഡ് പാർട്ടി ഓർ ഇൻജേർഡ് പാർട്ടി ഹാസ് വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് റെമഡീസ്. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു, ഇങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചു അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു. ഇനി എന്താണ് ഒരു പരിഹാരം അല്ലെങ്കിൽ എന്താണ് റെമഡീസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക? പ്രധാനമായും 5 റെമഡീസാണ് നമുക്ക് നിയമപ്രകാരം നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തത് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്, അഥവാ കോൺട്രാക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? റദ്ദാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അതാണ് റെസിഷൻ ഓഫ് എ കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സ്യൂട്ട് ഫോർ ഡാമേജ്. എന്ത് ചെയ്യാം? ഡാമേജ്, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുക. ആ നഷ്ടം അയാളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത് സ്യൂട്ട് അപ്പോൺ ക്വാൻറ്റം മെറിറ്റ്. ക്വാൻറ്റം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എത്രത്തോളം പെർഫോമൻസ് ആണോ ചെയ്തതിനുള്ള എമൗണ്ട് നമ്മൾ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങുക. ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു, അതിലൊരു 50% അയാൾ ചെയ്തു, പിന്നെ അയാൾ ബ്രീച്ച് ചെയ്തു, അഥവാ കരാർ ലംഘിച്ചു, അയാൾ പിന്നെ ചെയ്തു തന്നില്ല. അങ്ങനെയാണെങ്കിൽ 50% ചെയ്തതിന് 50%ൻ്റെ എമൗണ്ട് കൊടുക്കുക. അതാണ് സ്യൂട്ട് അപ്പോൺ ക്വാൻറ്റം മെറിറ്റ്. ഇനി നാലാമത്തതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. എന്തെങ്കിലും ഒരു വിഷയം കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഒരു റെമഡീസും പരിഹാരമല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്പെസിഫിക് പെർഫോമൻസ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയും. എഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടായിരിക്കും, അത് മറ്റേ ഒരു രൂപത്തിലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പെഷ്യൽ പെർഫോമൻസ് ആക്കിയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയും. അതാണ് നാലാമത് പറയുന്നത്. അഞ്ചാമത്തതാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണ്. ഈ ഓർഡറിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഓർഡറിനെയാണ് ഇൻജങ്ഷൻ എന്ന് പറയാം. അങ്ങനെ ഇൻജക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് റെമഡീസ് ആയിട്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ റെമഡീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഈ 5 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തതാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. റെസിഷൻ എന്താ നമ്മൾ പറഞ്ഞു? എന്താണ് റെസിഷൻ? മീൻസ് ക്യാൻസലേഷൻ or revocation or putting an end to a contract. അതാണ്. അഥവാ കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യുക. എന്തെങ്കിലും ഒരു ബ്രീച്ച് സംഭവിച്ചു, എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാതെ ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. അതിനെയാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Where one of the parties commit breach, the other party treat the contract as rescinded or cancelled and refuse the further performance.
എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യാം, അതിനെ റിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാം, ഫർദർ പെർഫോമൻസിനെ റെഫ്യൂസ് ചെയ്യാം. പിന്നെ അയാൾ ഒരു പ്രാവശ്യം ബ്രീച്ച് നടത്തി പിന്നെ അയാൾ വീണ്ടും പെർഫോമൻസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, ഇയാൾക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റിൽ പറയുന്നത്. ഇനി നമ്മളതിൻ്റെ താഴത്ത് നോക്കുന്നത് വെൻ ദ കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ. കോടതി റെസിഷൻ ഗ്രാൻഡ് ചെയ്യാൻ അനുവദിക്കാറുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് എന്നാണ് നോക്കുന്നത്. വെർ ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ ഓർ ടെർമിനബിൾ ബൈ ദ പ്ലെയിൻറ്റിഫ്. പരാതിക്കാരൻ ഇവിടെ എന്ത് ചെയ്തു, വോയിഡബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അത് കോടതിയിലെത്തി, അത് വോയിഡബിൾ ആയ സാഹചര്യമാണെങ്കിൽ കോടതി എന്ത് ചെയ്യും, റെസിഷൻ നടത്താൻ വേണ്ടിയിട്ട് കോടതി ഇടപെടും. രണ്ടാമത്തത് വേർ ദ കോൺട്രാക്ട് ഈസ് അൺലോഫുൾ ആൻഡ് ദ ഡിഫൻഡൻറ്റ് ഈസ് മോർ ടു ബ്ലെയിം ദാൻ പ്ലെയിൻറ്റിഫ്. അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഈ ഒരു കോൺട്രാക്റ്റ് നിയമപരമായി അല്ലാത്ത ഒരു കോൺട്രാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്ത ആൾ, പരാതിക്കാരൻ. ഡിഫൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആളെയാണ് ഡിഫൻഡൻ്റ് എന്ന് പറയുന്നത്. ആരുടെ പേരിലാണോ പരാതി കൊടുത്തത് അയാളെയാണ് ഡിഫൻഡൻ്റ്. ഡിഫൻഡൻ്റ് ഈസ് മോർ ടു ബ്ലെയിം ദാൻ പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫിനേക്കാൾ കൂടുതൽ ഒരു ബ്ലെയിം ചെയ്തത് ആരാണ്, ഡിഫൻഡൻ്റ് ആണെങ്കിൽ കോടതി എന്ത് ചെയ്യും, റെസിഷൻ നടത്താൻ വേണ്ടിയിട്ട് പറയും. ഇനി വെൻ ദ കോർട്ട് മേ റെഫ്യൂസ് റെസിഷൻ. ഏതെല്ലാം സാഹചര്യത്തിലാണ് കോടതി റെസിഷനെ റെഫ്യൂസ് ചെയ്യുന്നത്, അഥവാ റെസിഷൻ നടത്താൻ പറ്റൂല എന്ന് കോടതി പറയും. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തത് where the plaintiff has expressly or impliedly ratified the contract. പരാതിക്കാരന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞിട്ടോ പറയാതെയോ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോൺട്രാക്റ്റിനെ റാറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതിനെ നീതീകരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വേർ owing to change of circumstances the parties cannot restore to the original position. ഓൾറെഡി ഈ ഒരു പെർഫോമൻസ് ഓൾറെഡി ഇവിടെ എന്താണ്, കോൺട്രാക്റ്റ് ഇവിടെ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രീച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഈ റെസിഷൻ നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂല. അങ്ങനത്തെ സാഹചര്യത്തിൽ കോടതി എന്ത് പറയും, റെസിഷൻ ചെയ്യാൻ സാധിക്കൂല എന്ന് കോടതി പറയും. ഇനി മൂന്നാമത്തെ പറയുന്നത് വേർ ഓൺലി എ പാർട്ട് ഓഫ് ദി കോൺട്രാക്ട് ഈസ് sought to be resigned and such a part is not separable from the rest of the contract. ഈ ഒരു കോൺട്രാക്റ്റ് ചെയ്തു, അത് ബ്രീച്ച് നടത്തി, പിന്നീട് പക്ഷേ അത് റെസിഷൻ നടത്താൻ നോക്കിയ സമയത്ത് അതിൽ ചെയ്ത വർക്കിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ കോടതി എന്ത് പറയും, റെസിഷൻ നടത്താൻ പറ്റില്ല എന്ന് കോടതി വിവരം പറയും. അതാണ് ഇവിടെ റെസിഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു റെമഡീസ് ആണ് നമ്മൾ നോക്കുന്നത്. അതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഡാമേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുന്നത്. വെൻ എ കോൺട്രാക്ട് ഈസ് ബ്രോക്കൺ ദ ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദി അതർ പാർട്ടി. When a contract is broken, the injured party can claim damages from other party. ഒരു കോൺട്രാക്റ്റ് എന്താ പറയുക, ഒരു കോൺട്രാക്റ്റ് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിലെ ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാം. മറ്റേ പാർട്ടിയിൽ നിന്നും ഡാമേജ്, അഥവാ ആരാണോ ഈ ഒരു കോൺട്രാക്റ്റ് പിന്നെ തകർത്തത് അയാളിൽ നിന്നും എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻജേർഡ് പാർട്ടിക്ക് സാധിക്കും. ഇറ്റ് ഈസ് ദ മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദി ലോസ് സസ്റ്റെയിൻഡ് ബൈ ദ ഇൻജേർഡ് പാർട്ടി ഫോർ ദ നോൺ പെർഫോമൻസ് ഓഫ് ദി ഒബ്ലിഗേഷൻ. ഈ കോൺട്രാക്റ്റിൽ പറയപ്പെട്ട ഒബ്ലിഗേഷൻസ് ചെയ്യാത്തത് കാരണം ഇവിടെ എന്ത് ചെയ്തു, ഒരു ലോസ് അവിടെ സംഭവിച്ചു. ഇൻജേർഡ് പാർട്ടിക്ക് ഒരു ലോസ് സംഭവിച്ചു. ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മോണിറ്ററി കോമ്പൻസേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡാമേജസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കൈൻഡ്സ് ഓഫ് ഡാമേജസ് ആണ്. വിവിധ തരം ഡാമേജുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ നോക്കുന്നത്. 4 തരത്തിലുള്ള ഡാമേജസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1 ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. 2 സ്പെഷ്യൽ ഡാമേജസ്. 3 എക്സംപ്ലറി ഓർ പിനുറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്.
4 നോമിനൽ ഡാമേജസ്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. എന്താണ്? ദീസ് ഡാമേജസ് ഇൻക്ലൂഡ് ദ ഡയറക്റ്റ് ലോസ് സഫേർഡ് ബൈ ദ അഗ്രീവ്ഡ് പാർട്ടി. അഥവാ ഈ ഒരു ലോസിൻ്റെ ഡാമേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റിലെ ബ്രീച്ച് നടന്നത് കാരണം ഡയറക്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്തു, ഇവിടെ ലോസ് സംഭവിച്ചു. അതിനെയാണ് ഇവിടെ ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് താഴത്ത് പറയുന്നത്. എ പ്രോമിസ് ടു ഡെലിവറി ഓഫ് ചെയർ ₹5,000 ഓൺ 11/10/2020. 11-ാം തീയതി എന്ത് ചെയ്തു, 5,000 രൂപയുടെ അല്ലെങ്കിൽ 5,000 രൂപക്ക് ഒരു ചെയർ ഡെലിവറി ചെയ്യാമെന്ന് എ പ്രോമിസ് ചെയ്തു. ആരോട്? ബിയോട്. എ ഫെയിൽ ആൻഡ് ബി പർച്ചേസ് ഫ്രം മാർക്കറ്റ് ₹7,000. എക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല, ബിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ബി എന്ത് ചെയ്തു, അത് മറ്റ് ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ അത് 7,000 രൂപ കൊടുത്ത് വാങ്ങി. ഇവിടെ എയും ബിയും തമ്മിലുള്ള കരാറ് ലംഘിക്കപ്പെട്ടു. ആരാണ്? ബി. എ പ്രോമിസ് ചെയ്തു പക്ഷെ ലംഘിച്ചു. അത് കാരണം ബി ആ പ്രൊഡക്റ്റ് തന്നെ മറ്റു ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കാരണം 2,000 രൂപ അധികം കൊടുക്കേണ്ടി വന്നു. എ ഈസ് ലൈബിൾ ടു കോമ്പൻസേറ്റ് ₹2,000 ടു ബി. അങ്ങനെയാണെങ്കിൽ ബിക്ക് വന്ന ആ 2,000 രൂപയുടെ നഷ്ടം എന്ത് ചെയ്യണം? എ കോമ്പൻസേറ്റ് ചെയ്തു കൊടുക്കണം. എ ആണ് അതിന് ഉത്തരവാദി. എ ഈസ് ലൈബിൾ ടു കോമ്പൻസേറ്റ് ₹2,000 ടു ബി. അതാണ് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് സ്പെഷ്യൽ damages. എന്താണ് സ്പെഷ്യൽ ഡാമേജസ്? In these damages, the aggrieved party may claim beside the general damages for any loss he has suffered due to special circumstances known to both the parties at the time of the contract. The special circumstances involved in the contract must be known to the party against whom special damages are claimed. ഇവിടെ സ്പെഷ്യൽ ഡാമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് തകർത്തത് കാരണം ഒരു പ്രത്യേക നഷ്ടം സംഭവിച്ചു. സാധാരണ ബിസിനസ്സിൽ സംഭവിക്കുന്ന നഷ്ടമല്ല അവിടെ സംഭവിച്ചത്. സ്പെഷ്യലായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ടോ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ളൊരു നഷ്ടമോ ഇവിടെ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വരുന്ന ഡാമേജിനെയാണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്തു, ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. ആ എക്സിബിഷനിൽ കറക്റ്റ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ എക്സിബിഷനിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പാർട്ടിയിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് നമുക്ക് ഇപ്പോൾ ഈ മാസം നാളെ നടത്തേണ്ട ഒരു പരിപാടിയാണ്. നമുക്കറിയാം 2 ദിവസം മുമ്പെങ്കിലും അത് സാധനം കിട്ടണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് കരുതുക. ഈ ഒരു പ്രൊഡക്റ്റ് നാളേക്കുള്ള പരിപാടിൻ്റെ പ്രൊഡക്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ നാളെ എക്സിബിഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവില്ല, ഇന്നിപ്പോൾ എത്തൂല്ല, അത് കൺഫേം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള നഷ്ടം വന്നു. ഒന്ന് നമ്മുടെ ബിസിനസ് നടക്കാത്ത നഷ്ടം, ഒന്ന് എന്താണ്, ഈ ഒരു എക്സിബിഷൻ സ്റ്റാളിലേക്ക് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ റെൻറ്റ് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ലോസാണ്. പിന്നെ നമ്മുടെ ലാഭം സെയിൽസ് നടക്കാത്തത് കൊണ്ട് സ്പെഷ്യൽ ലോസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെയാണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ഡാമേജസ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആരാണോ ഇവിടെ ഫെയിലർ വരുത്തിയത് ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഡാമേജസ് ആണ് നോക്കുന്നത്, എക്സംപ്ലറി ഓർ പ്യൂനിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. എക്സംപ്ലറി ഓർ പ്യൂനിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. Exemplary damages are awarded with a view to punishing the guilty party for the breach and not with the idea of awarding compensation to the injured party. എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഡാമേജാണ്. അഥവാ ഒരു പണിഷ്മെൻറ്റ്, ആ ഒരു ഡാമേജ് അഗ്രീവ്ഡ് പാർട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ അവിടെ ഫെയിലർ വരുത്തിയിട്ടുള്ളത് ആ ഗിൽറ്റി പാർട്ടി, അതാണ് ഗിൽറ്റി പാർട്ടി. ആ ഗിൽറ്റി പാർട്ടിയെ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഡാമേജിനെയാണ് നമ്മളിവിടെ എക്സംപ്ലറി ഡാമേജ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പണിഷ്മെൻറ്റ് കിട്ടേണ്ട രൂപത്തിലുള്ള ഒരു ബ്രീച്ചാണ് അയാൾ വരുത്തിയത് എങ്കിൽ ആ പണിഷ്മെൻറ്റ് രൂപത്തിൽ കൊടുക്കുന്ന ഡാമേജസിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, എക്സംപ്ലറി ഡാമേജ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും തന്നെ ഒരു കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒന്നല്ല. ഇത് ഗിൽറ്റി പാർട്ടിയിൽ നിന്നും കോമ്പൻസേഷൻ വാങ്ങി അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒന്നല്ല എന്ത് എക്സംപ്ലറി ഡാമേജ് എന്ന് പറയുന്നത്. ഇതൊരു പണിഷ്മെൻ്റാണ്. പണിഷ്മെൻറ്റ് ആയിട്ട് പിന്നെ കൊടുക്കേണ്ട ഒരു ഡാമേജസിനെയാണ് ഇവിടെ എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുന്നതാണ് നോമിനൽ ഡാമേജസ്. നോമിനൽ ഡാമേജ് എന്താണ്? ദീസ് ഡാമേജസ് ആർ awarded simply to recognize the rights of the party to claim damages for the breach of the contract. ദീസ് എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ ഉദ്ദേശിച്ചത് ഒരു പാർട്ടി ആ പാർട്ടിക്കുള്ള റൈറ്റ് എന്താണ് എന്ന് ഈ പറയപ്പെട്ട ഗിൽറ്റി പാർട്ടിക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ കരാറിനെ ലംഘിച്ച പാർട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോമിനൽ ചാർജ്, വളരെയധികം നോമിനലായിട്ട് അഥവാ ഒരു നിസാരമായിട്ടുള്ള ഒരു സംഖ്യ എന്ത് ചെയ്യുക, ഒരു ഡാമേജസ് പണിഷ്മെൻ്റ് ആയിട്ട് വാങ്ങുക. അതിനെയാണ് ഇവിടെ നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. നോമിനൽ ഡാമേജസ് ആർ ഓൺലി നോമിനൽ ഇൻ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നോമിനലാണ്. അവിടെ ഡാമേജ് സംഭവിച്ചതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആവില്ല, വളരെയധികം ചെറിയൊരു എമൗണ്ട്. ഇപ്പോൾ നമ്മൾ കോടതിയൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ വിധി ചില ആളുകൾ പണിഷ്മെൻ്റ് ആയിട്ട് 1 രൂപ ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട്. 1 രൂപ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ 1 രൂപ ഫൈൻ അടക്കാൻ വേണ്ടിയിട്ടൊക്കെ കോടതി പിന്നെ പറയാറുണ്ട്. അത് ഈ തരത്തിലുള്ള നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. അങ്ങനെയുള്ള ചെറിയൊരു എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടംപ്റ്റസ് ഡാമേജസ്. ഈ പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ദ കേസ് വേർ ഓൺലി ദ ടെക്നിക്കൽ വയലേഷൻ ഓഫ് ദി ലീഗൽ റൈറ്റ് ബട്ട് നോട്ട് എ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഈസ് ദർ. ഇവിടെ ലോസിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് അല്ല എന്ത് ഈ പറയുന്ന നോമിനൽ ഡാമേജ് എന്ന് പറയുന്നത്. ഇത് ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നതിന് ഒരു ടെക്നിക്കലായിട്ട് പിന്നെ കൊടുക്കുന്ന ഒരു ഡാമേജാണ് നോമിനൽ ഡാമേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതല്ലാത്ത 1-2 ഡാമേജസ് കൂടി പറയുന്നുണ്ട്. ലിക്വിഡേറ്റഡ് ഡാമേജ്. എന്താണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന്? ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ ദ ജെന്യൂ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്രൊബബിൾ ലോസ്. ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ഫെയിലർ വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രീച്ച് സംഭവിക്കുകയാണ് എങ്കിൽ എത്ര രൂപയുടെ ലോസാണ് അവിടെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ആദ്യമേ കണക്കാക്കി ആദ്യമേ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ലോസിനെയാണ് അല്ലെങ്കിൽ ഡാമേജസിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് അഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടക്കുവാൻ സാധ്യതയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റിലെ പാർട്ടികൾ തമ്മിൽ പരസ്പരം അഗ്രി ചെയ്തിട്ടുള്ള ഒരു ഡാമേജാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ നാച്ചർ ഓഫ് ദി ഫെയർ ആൻഡ് ഹോണസ്റ്റ് പ്രീ എസ്റ്റിമേഷൻ ഓഫ് പ്രൊബബിൾ ഡാമേജസ്. ഈ ഡാമേജ് എന്ന് പറയുന്നത് രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എത്രയാണോ ഡാമേജ്, ഏത് രൂപത്തിലുള്ള നഷ്ടമാണോ സംഭവിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലിക്വിഡേറ്റഡ് ഡാമേജ് ഫിക്സ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ടേമാണ് നമ്മൾ ഡാമേജസിൻ്റെ കൂടെ പറയുന്ന ഒന്നാണ് പെനാൽറ്റി. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എ പെനാൽറ്റി ഈസ് സം named in the contract at the time of its formation which is disproportionate to the damage likely to occur the result of the breach. ഇവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡേറ്റഡ് ഡാമേജസും നമുക്ക് എന്ത് ചെയ്യും ഉണ്ടാവും. അതേപോലത്തെ ഒന്നാണ് പെനാൽറ്റി. പെനാൽറ്റി എന്ന് പറയുന്നത് പ്രീ എസ്റ്റിമേറ്റഡ് എമൗണ്ട് അല്ല. ഒരു എന്താണ് ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഗിൽറ്റി പാർട്ടിക്ക് മേൽ ചുമത്തുന്ന ഒന്നാണ് എന്ത്, പെനാൽറ്റി എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പെനാൽറ്റി ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും രണ്ടാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ ഈ 2 ടേമുകളും ഒന്നായിട്ടാണ് പറയുന്നത്. അഥവാ പെനാൽറ്റി വേറെ, ലിക്വിഡേറ്റഡ് ഡാമേജസ് വേറെ എന്നല്ല. ഇവിടെ പെനാൽറ്റി മാത്രമേ
ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പേരിൽ മാത്രമേ ഇവിടെ അറിയപ്പെടുന്നുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. ലിക്വിഡേറ്റ് ഡാമേജസും പെനാൽറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് രണ്ടും ഏകദേശം സെയിം ആണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ്, ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ fair and genuine pre-estimate of probable damages that might occur as a result of the breach of contract. breach of contract സംഭവിക്കുകയാണെങ്കിൽ ആ ഡാമേജ് ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്തു, അസൈൻ ചെയ്തു, ജെന്യൂൻ ആയിട്ട് ഫെയർ ആയിട്ട് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡാമേജസ് ആണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. വൈൽ പെനാൽറ്റി ഈസ് നോട്ട് an estimate of damages. ഇവിടെ പെനാൽറ്റി എന്ന് പറയുന്നത് എന്തല്ല, ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ ഒരു പ്രീ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല എന്ത് പെനാൽറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് നോക്കുന്നത്, ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ അവാർഡഡ് ബൈ ദ വേ ഓഫ് കോമ്പൻസേഷൻ. ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് എന്ത് ഇവിടെ ലിക്വിഡേറ്റഡ് ഡാമേജസ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ വേർ ആസ് പെനാൽറ്റി ഈസ് ഇമ്പോസ്ഡ് ബൈ വേ ഓഫ് പണിഷ്മെൻറ്റ്. എന്നാൽ പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ, യാത്ര ചെയ്ത് ബൈക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പെനാൽറ്റി അടിക്കാറുണ്ട് അല്ലേ. അതൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ നമുക്ക് എത്രയാണോ ഹെൽമെറ്റ് ഇടാത്തതിന് നഷ്ടം കണക്കാക്കിയിട്ട് കൊടുക്കുന്ന ഒന്നല്ല എന്ത് പെനാൽറ്റി എന്ന് പറയുന്നത്. അതാണ് പെനാൽറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ദ മെയിൻ പർപ്പസ് ഓഫ് ദി ലിക്വിഡേറ്റഡ് ഡാമേജസ് ഈസ് ടു അവോയ്ഡ് അൺസർട്ടനിറ്റി. ഇവിടെ ലിക്വിഡേറ്റ് ഡാമേജസ് എന്ന് പറയുന്നത് അത് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നു കഴിഞ്ഞാൽ എത്രയാണ് ഡാമേജസ് എന്നുള്ളത് കണക്കാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ലിക്വിഡേറ്റ് ഡാമേജസ് നമ്മൾ കണക്കാക്കുന്നത്. ബട്ട് പെനാൽറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ എ കോൺട്രാക്ട് വിത്ത് എ വ്യൂ ടു പ്രിവെൻറ്റ് ദ പാർട്ടി ഫ്രം കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എന്നാൽ പെനാൽറ്റി ഇതുപോലെ തന്നെ പാർട്ടികൾ തമ്മിൽ തീരുമാനിച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ദ പാർട്ടി ഫ്രം ദി കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെനാൽറ്റി ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 500 രൂപ ഫൈനായിട്ട് ആദ്യമേ ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ ഒരു ഡിഫറൻസ് പറയുന്നത്, The Indian court does not make any distinction between liquidated damages and penalty. ഇന്ത്യയിൽ അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും ഒരേ ടേം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇംഗ്ലീഷ് കോർട്ട് ട്രീറ്റ് പെനാൽറ്റി ആസ് ഇൻവാലിഡ് ആൻഡ് അലൗ ലിക്വിഡേറ്റഡ് ഡാമേജസ് വിത്തൗട്ട് എനി റിഗാർഡ് ടു ആക്ച്വൽ ലോസ്. എന്നാൽ ഇംഗ്ലീഷ് ലോ പ്രകാരം ഇവിടെ പെനാൽറ്റി ഒന്നുമില്ല, പക്ഷേ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് ആ ഒരു ടേമിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ റെമഡീസ് ആണ്. ഓർമ്മയുണ്ടല്ലോ, റെമഡീസ് മൂന്നാമത്തേതാണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ റെമഡി ഏതാണ്, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നിരുന്നാലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് വെൻ എ പേഴ്സൺ ഹാഡ് ഡൺ some work under a contract and other party repudiate the contract, or some event happens which make the further performance of the contract impossible. Then the party who has performed the work can claim the remuneration for the work he has already done. ഇവിടെ ഒരു പാർട്ടി ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്തു, പക്ഷേ കുറച്ച് വർക്ക് ചെയ്തു, ബാക്കിയുള്ള വർക്ക് ആ ഒരു കോൺട്രാക്റ്റിലെ മറ്റൊരു പാർട്ടി എന്ത് ചെയ്തു, റെപ്യൂഡിയേറ്റ് ചെയ്തു, അഥവാ അയാൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ സംഭവിച്ചു, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് അവിടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് എത്രത്തോളം ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിനുള്ള റെമ്യൂണറേഷൻ എന്ത് ചെയ്യണം, ഈ വർക്ക് ചെയ്ത പാർട്ടിക്ക് കൊടുക്കണം. ആ ഒരു റെമഡീസിനെയാണ് നമ്മളിവിടെ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ്. ഇവിടെ ക്വാണ്ടം മെറിറ്റിലൂടെ നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്. നമ്മളൊരു കോൺട്രാക്റ്റ് ചെയ്ത് തുടങ്ങി ചെയ്തതിന് ശേഷം വോയിഡ് ആയിട്ട് അത് മാറി,
ആ കോൺട്രാക്റ്റ് ഇല്ലീഗലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വോയിഡായി മാറിക്കഴിഞ്ഞാൽ ചെയ്തതിനുള്ള റെമ്യൂണറേഷൻ എന്ത് ചെയ്യണം, ആ ചെയ്ത പ്രോമിസർക്ക് കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റ്, വെൻ സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു ഗ്രാറ്റുവിറ്റസ്ലി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, പക്ഷേ അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടല്ല, ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്തത് എങ്കിൽ എന്ത് ചെയ്യണം, ആ ചെയ്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ റെമ്യൂണറേഷൻ കൊടുക്കണം. മൂന്നാമത്തത്, വെൻ എ കോൺട്രാക്ട് ഈസ് ഡിവിസിബിൾ. ഒരു കോൺട്രാക്റ്റ് ചെയ്തത് ഏത് ചെയ്യാത്തത് ഏത് എന്ന് വ്യക്തമായി കണക്കാക്കാൻ പറ്റുന്നതും വ്യക്തമായി അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുക, എത്ര രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഡിവിസിബിൾ ആയിട്ടുള്ളതാണ് എങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്തതിനുള്ള എമൗണ്ട് ക്വാണ്ടം ഓഫ് മെറിറ്റ് പ്രകാരം എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നാലാമത്തത്, വെൻ വൺ പാർട്ടി അബാൻഡൻഡ് ഓർ റെഫ്യൂസ് ടു പെർഫോം ദി കോൺട്രാക്റ്റ്. ഏതെങ്കിലും ഒരു പാർട്ടി എന്ത് ചെയ്തു, ആ ഒരു പെർഫോമൻസിനെ റെഫ്യൂസ് ചെയ്തു, അതിന് വേണ്ടാന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ ചെയ്തതിനുള്ള അയാൾ എന്ത് ചെയ്യണം, കൊടുക്കണം. വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഈസ് പെർഫോംഡ് ബാഡ്ലി. ഇവിടെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, അഥവാ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്റ്റ് അത് ചെയ്തത് എങ്ങനെയാണ്, ബാഡ്ലി ആയിട്ടാണ്, അഥവാ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടല്ല എങ്കിൽ അതെന്ത് ചെയ്യണം, ക്വാണ്ടം ഓഫ് മെറിറ്റ് പ്രകാരം ഇവിടെ എന്ത് ചെയ്യണം, അയാൾ ചെയ്തതിനുള്ളത് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. അതാണ് ഇവിടെ ലാസ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു റെമഡീസാണ് നമ്മൾ പറയുന്നത്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോടതി എന്ത് ചെയ്യും, പിന്നെ സ്പെസിഫിക് പെർഫോമൻസ് തീരുമാനിക്കും. നോക്കാം എന്താണെന്നുള്ളത്. ഇൻ സെർട്ടൻ കേസസ് ഡാമേജസ് ആർ നോട്ട് ആൻ ആഡിക്വേറ്റ് റെമഡി ഫോർ ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാമേജസ് എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഡാമേജസ് നമുക്ക് പിന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് ദ കോർട്ട് ഡയറക്റ്റ് ടു default party to carry out the performance of the contract specifically according to the terms of the contract. This is known as specific contract. അത് മീനിങ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാമേജസ് കണക്കൂട്ടാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡാമേജസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റിൽ എന്താ പറയുക കറക്റ്റായിട്ട് പിന്നെ കണക്ക് കൂട്ടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കോടതി എന്ത് പറയും, കോടതി പറയും ഈ ഒരു ഡീഫാൾട്ട് പാർട്ടി ആരാണോ ഡീഫാൾട്ട് പാർട്ടി ആ പാർട്ടി അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യണം, ഒരു പെർഫോമൻസ് ചെയ്തു കൊടുക്കണം അല്ലേ. അപ്പോൾ ആ പെർഫോമൻസ് ചെയ്യാത്തത് കാരണത്താലാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പെർഫോമൻസ് ഒന്നുകൂടി ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഏത് രൂപത്തിലാണോ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ പെർഫോമൻസ് ചെയ്തു കൊടുക്കുക. അതാണ് ഇവിടെ മറ്റൊരു റെമഡീസ് ആയിട്ട് പറയുന്നത്. ഇവിടെ പൈസ ഒന്നും കൊടുക്കലല്ല, അല്ലെങ്കിൽ വേറെ ഡാമേജസ് കണക്കൂട്ടിയിട്ട് കൊടുക്കലല്ല, എന്ത് ചെയ്യുക, പെർഫോമൻസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു റെമഡീസ് ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോർട്ട് ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ഇൻ ദ ഫോളോയിങ് കേസസ്. കോർട്ട് സ്പെസിഫിക് പെർഫോമൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് പെർഫോമൻസിന് ഓർഡർ ഇടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തത്, വേർ കോമ്പൻസേഷൻ ഈസ് മണി ഫോർ ഓർ ഇറ്റ്സ് നോൺ പെർഫോമൻസ് വുഡ് നോട്ട് അഫോർഡ് ആഡിക്വേറ്റ് റിലീഫ്. പണത്തിൻ്റെ രൂപത്തിലുള്ള കോമ്പൻസേഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷനോ ഇവിടെ എന്തല്ല ആഡിക്വേറ്റ് റിലീഫായിട്ട് വരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ മതിയായ ഒരു പിന്നെ റിലീഫായിട്ട് വരുന്ന ഒന്നല്ല. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേർ ദർ എക്സിസ്റ്റ് നോ സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജസ് കോസ്ഡ് ബൈ ദ നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഇവിടെ നോൺ പെർഫോമൻസ് കാരണത്താൽ ഇവിടെ ആക്ച്വൽ ഡാമേജ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡും നിലവിലില്ല, ഒരു സ്റ്റാൻഡേർഡും അതിനെന്തില്ല നിലവിലില്ല, അത് ആക്ച്വൽ ഡാമേജ് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതാണ് രണ്ടാമത്തെ സാഹചര്യം. ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോർട്ട് എന്ത് ചെയ്യും, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. മൂന്നാമത്തെ പോയിന്റാണ് വെൻ ഇറ്റ് ഈസ് probable that monetary consideration on non-performance of the act cannot be obtained remedy. ഇവിടെ എന്തില്ല, മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു റെമഡി ആയിട്ടുള്ള ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, കോർട്ട് എന്ത് ചെയ്യും, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി ഓർഡർ ചെയ്യും.
ഇനി അടുത്ത് നോക്കുന്നത് കോർട്ട് ഡു നോട്ട് ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ് ഇൻ ദ ഫോളോയിങ് കേസസ്. കോടതി സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യൂല. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. വെൻ ദ കോമ്പൻസേഷൻ ഇൻ മണി ഈസ് ആൻ ആഡിക്വേറ്റ് റെമഡി. പണം മതിയായ ഒരു കോമ്പൻസേഷൻ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതെന്താണ്, ഇവിടെ ഒരു സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് പിന്നീട് കോടതി ഓർഡർ ചെയ്യൂല. രണ്ടാമത്തത് വെൻ ദ കോൺട്രാക്ട് ഈസ് ഓഫ് പേഴ്സണൽ നാച്ചുറൽ. ഒരു പേഴ്സണൽ നാച്ചുറൽ ഉള്ള ഒന്നാണ് എങ്കിൽ അതെന്ത് ചെയ്യില്ല, കോടതി സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യൂല. മൂന്നാമത്തത് കോർട്ട് ഈസ് നോട്ട് സെർട്ടൈൻ ഓർ ഈസ് ഇക്വിറ്റബിൾ ടു എയ്തർ പാർട്ടി. ഇവിടെ കോൺട്രാക്ട് സെർട്ടൈൻ അല്ലാത്ത കോൺട്രാക്റ്റ് ആണ് എങ്കിൽ, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒന്നാവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി ഓർഡർ ചെയ്യില്ല. നാലാമത്തത് ദ കോൺട്രാക്ട് ഈസ് ഇറ്റ് ഈസ് റിവോക്കബിൾ നാച്ചുറൽ ഉള്ളതാണ് എങ്കിൽ എന്ത് ചെയ്യും, കോർട്ട് അതിന് ഓർഡർ ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി ഓർഡർ ചെയ്യില്ല. അഞ്ചാമത്തത് കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബൈ ട്രസ്റ്റീസ് ഇൻ ബ്രീച്ച് ഓഫ് ദെയർ ട്രസ്റ്റ്. കോൺട്രാക്റ്റ് ട്രസ്റ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യില്ല. ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബൈ ദ കമ്പനി ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് പവർ. കോടതിയുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത കോൺട്രാക്ട് അതിൻ്റെ പവറിനേക്കാൾ എക്സസ് ആയിട്ടുള്ള ഒന്നാണ് ഈ സ്പെസിഫിക് പെർഫോമൻസ് എങ്കിൽ അത് കോടതി എന്ത് ചെയ്യില്ല, ഓർഡർ ചെയ്യില്ല. ലാസ്റ്റ് പോയിന്റ്, ദ കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ദ ക്യാരിയിങ് ഔട്ട്. ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് പെർഫോമൻസിൻ്റെ സൂപ്പർവൈസിങ് എന്ന് പറയുന്നത് കോടതിക്ക് പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ കോടതി എന്ത് ചെയ്യില്ല, അത് സ്പെസിഫിക് പെർഫോമൻസ് ആയിട്ട് ഓർഡർ ചെയ്യില്ല. ലാസ്റ്റത്തെ അഞ്ചാമത്തെ ഒരു റെമഡീസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്താണ്? ആൻ ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ. അതൊരു കോർട്ടിലെ വിധിയാണ് എന്ത്, ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻ ഇൻജുർഡ് പാർട്ടി ക്യാൻ അണ്ടർ സെർട്ടൻ സർക്കംസ്റ്റാൻസസ് ഗെറ്റ് ആൻ നെഗറ്റീവ് ഇൻജങ്ഷൻ ദാറ്റ് ഈസ് ആൻ ഓർഡർ ടു പ്രൊഹിബിറ്റിംഗ് എ പാർട്ടി ഫ്രം ഡൂയിങ് സംതിങ്. ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യം ആ ഒരു ബ്രീച്ച് വരുത്തിയിട്ടുള്ള പാർട്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ കോടതിയിൽ നിന്നും ഒരു ഇൻജങ്ഷൻ ഓർഡർ, നെഗറ്റീവ് ഇൻജങ്ഷൻ ഓർഡർ വാങ്ങും. അതിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻജങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുക്കുക. ഇതാണ് ഈ 5 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.